നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബിയമ്മിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ വണ്ടർല പാർക്സ് ആൻഡ് റിസോർട്ട്സിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കയറിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആദ്യം ചെന്ന് പെട്ടത് ഒരു മേവ്രിക്ക് എന്ന് പറയുന്ന ഒരു റൈഡിൻ്റെ മുമ്പിലാണ്. ആ റൈഡിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട് ചാടി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സംഗതി പെട്ടുപോനെയെന്ന്. ആദ്യം തന്നെ പിടിച്ചിട്ട് നേരെ തല കിഴക്കാൻ പാടെ ഒരു നിർത്തലാണ്. അതുകൊണ്ട് തന്നെ പകുതി ഗ്യാസ് പോയി. ബാക്കിയുള്ളതൊക്കെ അവർ മറിച്ചും തിരിച്ചും ഒക്കെ ഒരു പരിവാക്കിയിട്ടാണ് ഞങ്ങളെ ആ റൈഡിൽ നിന്ന് താഴേക്ക് ഇറക്കിയത്. ഞാൻ ഈ റൈഡിൽ കയറുമ്പോൾ വിചാരിച്ചത് ഇവർ ചിലപ്പോൾ 5-6 കറക്കി നിർത്തുന്ന, പക്ഷേ അവർ കറക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത് 5-6 കറക്കൊന്നുമില്ല, കറക്കലോട് കറക്കല് ഈ മിക്സിയിലൊക്കെ ചാട് കറങ്ങില്ലേ അതുപോലെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവര്. ഇത് ഓക്കെ വട്ടം കറക്കി നിർത്തി. അതും പോരാതിന് അത് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ ചെരിച്ച് പിടിച്ചിട്ട് പിന്നെയും പിടിച്ച് കറക്കുന്നു. ഒരു രക്ഷയില്ല. സംഭവത്തിന് എങ്ങനെയാണ് എസ്കേപ്പ് ആയാൽ മതി ഇതായി. പക്ഷെ എന്ത് ചെയ്യാനാണ്, ലോക്കയില് നമ്മള് പെട്ടെന്ന് പറഞ്ഞാൽ അമ്മാതിരി പെട്ടത്. അങ്ങനെ നമ്മളെ മേവ്രിക് റൈഡ് ശരിക്കും ഒരു പരിവാക്കി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ വൈഫും അവരുടെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൈഡിലിരുന്ന് ആസ്വദിച്ചിരുന്ന് അതിനും കിടന്ന് വെച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതൊക്കെ എന്ത്, ഞങ്ങളപ്പോൾ തൊട്ടപ്പുറത്തേക്ക് മറ്റൊരു റൈഡിലേക്കാണ് പോവുകയാണ് ചെയ്തത്. ആദ്യം കണ്ടപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി, പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിവരം മനസ്സിലായത്. ഇതും മേവ്രിക്കുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. പടി വീണ്ടും പാലും വെള്ളത്തിൽ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ പണി വാങ്ങിച്ച് പഠിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. അതൊക്കെ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ച് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങി. ആദ്യം ഞങ്ങളായിട്ടൊരു ലൈറ്റായിട്ടുള്ള ഒരു റോളർ കോസ്റ്ററിലാണ് കയറിയത്. റോളർ കോസ്റ്റർ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിരുന്നു. അതിനുള്ളിലൂടെയാണ് ഞങ്ങൾ ആദ്യം കയറി ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ പോയത് സ്കൈ വീലിലേക്കാണ്. സ്കൈ വീലും അത്യാവശ്യം ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ റോളർ കോസ്റ്ററിന് ശേഷം നമ്മൾ പോയത് നേരെ സ്കൈ വീലിലാണ്. സ്കൈ വീലിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ എല്ലാ വ്യൂസും നമുക്ക് കിട്ടും. മാത്രമല്ല ആ ഒരു ഏരിയ മുഴുവൻ നമുക്കും ഈ സ്കൈ വീലിൽ ഇരിക്കാം. കാരണം സ്കൈ വീൽ കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ അവിടുത്തെ വണ്ടർല സ്പ്ലാഷിലേക്കാണ്. ശരിക്കും നനഞ്ഞ് കുളിച്ചെന്ന് പറയാം. അതിന് നമ്മൾ ഡേയിലും നൈറ്റിലും കയറി. ഡേ കാണുന്ന നൈറ്റിലാണേ മൊത്തം വെള്ളത്തിൽ കുളിച്ചു. ഡേയിലാണെങ്കിൽ ഇതാണ് സ്ഥിതി. വന്ന് വെള്ളം സ്പ്ലാഷ് ചെയ്ത് മൊത്തം ഇരിക്കുന്ന ആളുകളൊക്കെ നനയും. ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സ്ലൈഡ്സ് ഉണ്ട് കേട്ടോ. അതെ, വാട്ടർ സ്ലൈഡ്സ് ഒന്നും പറയാനില്ല, വളരെയധികം എൻജോയബിൾ ആണ്. നമ്മൾ ഇതിനകത്തെല്ലാം മാറി കയറി ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ പോയത് നമ്മളിവിടുത്തെ വേപ്പൂളിലേക്കാണ്. വേപ്പൂൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഫാമിലി വേപ്പൂളുണ്ട്, അതിൽ ഫാമിലീസ് അതുപോലെ കിഡ്സ് മാത്രമേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ടുള്ളതാണ്. അതൊരു വലിയൊരു വേപ്പൂളാണ്.
അതിനകത്താണെങ്കിൽ ബാച്ചിലേഴ്സും ഫാമിലീസും എല്ലാവരും കൂടി ഇതിനകത്ത് കിടന്ന് അർമാദിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ. സംഭവം അടിപൊളിയാണ്. ഇതാ കണ്ടില്ലേ വേവ്സൊക്കെ അടിച്ച് കയറി വന്നത്. ഇതിനകത്തൊക്കെ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ഭയങ്കര വേവ്സാണ്. അവിടെ പിടിച്ച് നിൽക്കാൻ ഇച്ചിരി പാടാണ്. എന്നിരുന്നാൽ പോലും എല്ലാവരും അതിൻ്റെ അറ്റത്തൊക്കെ ഇട്ടിരിക്കുന്ന കയറിനെ പിടിച്ച് തൂങ്ങിയും അതൊക്കെ ആയിട്ട് അതിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജനറലായിട്ടുള്ള പൂള്, അതായത് അവിടുത്തെ മെയിൻ വലിയ പൂളും പിന്നെ ഫാമിലി പൂളും ഒക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ നേരെ പോയത് റെയിൻ ഡാൻസ് ആണ്. മോളിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക പാറക്കെട്ട് പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് വീണാണ്. അത് നേരത്തെ വീഴുമ്പോണ്ടല്ലോ ശരിക്കും മഴ നനയുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അതിനകത്ത് നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നേരെ പോയപ്പോഴാണ് ഈ അപ്പുറത്ത് മ്യൂസിക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ റെയിൻ്റെ കൂടെ. അവിടെ പിള്ളേർ തകൃതിയായിട്ട് നിന്നിട്ട് ഇതേ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. ഒരു രക്ഷയിലേട്ടാ, പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് മൊമെൻ്റം. പിന്നെ മഴയത്തുള്ള ഒരു ഡാൻസിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ഡാൻസിങ്ങും ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ അതേ കാണുന്നു റാപ്പിഡ് റിവർ. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നായി അടുത്ത ടാസ്ക്. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിൽക്കണം. ആവശ്യത്തിന് ആൾക്കാരുണ്ട്, ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പിന്നാലെ നിന്നു. നമ്മൾ ഫ്ലോട്ട് കിട്ടി. ഫ്ലോട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറി ഈ കാണുന്ന ടണലിലൂടെ നമുക്ക് പോകണം. ഇത് പോകാനായിട്ട് നമ്മുടെ മുമ്പിലൊരു ഇതുണ്ടാവും, അതായത് ഒരു റോപ്പ് ഉണ്ടാവും. ആ റോപ്പിൽ നമ്മൾ പിടിച്ച് കടന്ന് അടുത്ത ടണലിലേക്ക് ഇങ്ങനെ ഓരോ പൂളിൽ പോയി വീഴും. ഗൈസ്, ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള ഈ സംഭവം കൊള്ളാട്ടോ. നമ്മൾ ചെറിയൊരു എന്താ പറയുക ലൈറ്റായിട്ട് ഫ്ലോ ഉള്ളൊരു എന്താ പറയുക ചെറിയൊരു റിവറിൽ കൂടെ നമ്മൾ ഫ്ലോട്ടിൽ വന്നുകൊണ്ടിരിക്കുക. ഓരോരോ ടാസ്ക്കാണ്. നമ്മൾ ഈ റോപ്പിൽ പിടിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും അടുത്തടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകാനായിട്ട്. ഓക്കെ, നമുക്ക് എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് നമ്മൾ താഴെത്തിയിരിക്കുന്നു. കണ്ട അതിൻ്റെ ഫ്ലോട്ടും കാര്യങ്ങളാണ് കാണുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വണ്ടർലയിലെ എല്ലാ റൈഡുകളും കയറി ആസ്വദിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതാ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും രാത്രിയായിരിക്കുന്നു. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വരും വരെ ദിസ് ഇസ് റേഗൻ മാത്യൂസ് സൈനിങ് ഓഫ്. മാസ് സലാം.